60s ആയിട്ടുള്ള കോട്ടണിലേക്ക് ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇത് പ്യുർ കോട്ടൺ തന്നെയാണ്. അതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഡിജിറ്റൽ പ്രിന്റ്, അതിന്റെ കൂടെ തന്നെ ഫോയിൽ പ്രിന്റും കൂടെ. ഈ പ്രിന്റിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫോയിൽസും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിപ്പമുള്ള പ്രിന്റുകളാണ് എല്ലാം തന്നെ. കുറച്ചധികം കാഷ്വൽ കുർത്തികളൊക്കെ ചെയ്യാനായിട്ടാണ് ഇത് അധികം സ്യൂട്ടബിൾ ആകുന്നത്. കോട്ട് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. വലിയ ഫ്ലവേഴ്സ് ആണ്. ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡും സിൽവറും കൂടെ മിക്സ് ആയി വരുന്ന ഒരു ഫോയിലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രീമിയം റേഞ്ചിലുള്ള ഫാബ്രിക് ആണ്. നെക്സ്റ്റ് വൺ, ഇതിപ്പോ നമ്മളൊരു മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്ക് കളറിലേക്ക് കണ്ടു. നെക്സ്റ്റ് വൺ ഒരു റെഡ് കളറിലേക്കാണ് വരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിലേക്കാണ് ഇത് പോകുന്നത് കേട്ടോ. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്ക് വരും. എല്ലാത്തിനകത്തും ആ ഒരു ഫോയിൽ പ്രിന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഒരു പർപ്പിൾ കളറാണ്. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു പർപ്പിൾ കളറിലേക്ക് പോകുന്നു. എല്ലാം നല്ല ബ്രൈറ്റ്നെസ് കുറച്ചും കൂടെ തോന്നിക്കാവുന്ന തരത്തിലുള്ള കളേഴ്സ് ആണ് കേട്ടോ. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റൈലിലേക്കാണ് അത് വരുന്നത്. നെക്സ്റ്റ് കളറ് ഒരു വയലറ്റ് കളറിലേക്ക് വരുന്നു. ഇതിന്റെ പ്രിന്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട പ്രിന്റ് അല്ല ഇത്. എന്നാലും ഇത് വലിപ്പമുള്ള പ്രിന്റുകൾ തന്നെയാണ്. ഇതിനകത്തും ഫോയിൽ ഉണ്ട് കേട്ടോ. ആ ഫ്ലവേഴ്സിന്റെ എഡ്ജിന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് ഫോയിൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം പ്രിന്റ് തന്നെ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ ആദ്യം കണ്ട 3 ഒരു പ്രിന്റും പിന്നെ ഉള്ളത് വേറെ ഒരു പ്രിന്റും ആണ്. 2 കളറിലേക്ക് വന്നിരിക്കുന്നത്. 159 റുപ്പീസ് ഒരു മീറ്ററിന് 44 ഇഞ്ച് വിടത്തിലുള്ള പ്യുർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്. പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി കോൺടാക്ട് ചെയ്താൽ മതി.